ലക്ഷ്മിപ്രിയയുടെ അഹങ്കാരം കുറയുമോ? എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അൻസിബ ലക്ഷ്മിപ്രിയയ്ക്കെതിരെ ഒരു കേസ് കൊടുത്തിരുന്നല്ലോ. സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്ന് അപമാനിച്ചതിനും ലക്ഷ്മിപ്രിയ കൊടുത്ത പരാതിയിൽ സ്റ്റേഷനിൽ ചെന്നപ്പോൾ നേരിട്ട മാനസിക പീഡനത്തിനും. എന്തായാലും അൻസിബയുടെ ആ പരാതിയിൽ കേസെടുക്കാൻ കോടതിയുടെ നിർദ്ദേശം വന്നു. ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തുറ SI രേഷ്മ എന്നിവർക്കെതിരെ കേസെടുക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയിരുന്നെങ്കിലും കേസ് തൃക്കാക്കര ACP അന്വേഷിച്ച് കേസിൽ കഴമ്പില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് അൻസിബ കോടതിയെ സമീപിച്ചത്. എന്തായാലും അൻസിബയ്ക്ക് പോലീസിൽ നിന്നും ഒരു നീതി കിട്ടില്ല എന്ന് ഉറപ്പായി. അങ്ങനെയാണെങ്കിൽ അങ്ങ് നേരിട്ട് കോടതിയിൽ പോയാൽ പോരെ, പിന്നെ എന്തിനാണ് ഈ പോലീസ്? അവസാനം കോടതിയാണ് പറഞ്ഞത് പരാതിയിൽ കേസെടുക്കാൻ. ലക്ഷ്മിപ്രിയ ആദ്യം അൻസിബയ്ക്കെതിരെ ഒരു പരാതി കൊടുക്കുകയും ആ പരാതി കേൾക്കുന്നതിന് വേണ്ടിയിട്ട് അൻസിബയെ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നല്ലോ. അവിടെ വെച്ച് വലിയ മാനസിക സമ്മർദ്ദമാണ് SI രേഷ്മയും ലക്ഷ്മിപ്രിയയും തനിക്ക് നൽകിയത് എന്നായിരുന്നല്ലോ അൻസിബ അന്ന് പറഞ്ഞിരുന്നത്. ആ ഒരു കാര്യത്തിനാണ് അൻസിബ പരാതി കൊടുത്തത്. എന്നാൽ ACP കേസ് അന്വേഷിക്കുകയും ആ കേസിൽ കഴമ്പില്ല എന്ന് അൻസിബ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല എന്നുമായിരുന്നു ACPയുടെ റിപ്പോർട്ടിൽ. അതുകൊണ്ടാണ് അൻസിബയ്ക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നത്. എന്തായാലും കേസെടുക്കാൻ കോടതി പോലീസിനോട് നിർദ്ദേശിച്ചു. ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, SI രേഷ്മ എന്നിവർക്കെതിരെയാണ് കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അൻസിബയെ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ നിയമവിരുദ്ധമായി തടഞ്ഞു വെച്ചു, സ്റ്റേഷനിലെ രേഖയിൽ മാപ്പ് എഴുതി ഒപ്പിടിപ്പിച്ചു, പ്രതികൾക്ക് വേണ്ടി അൻസിബ അറിയാതെ തിരുത്തൽ വരുത്തി എന്നിങ്ങനെയാണ് അൻസിബയുടെ പരാതിയിൽ ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും വരെ പരാതി കൊടുത്തെങ്കിലും പരാതിക്ക് കഴമ്പില്ലെന്നും പറഞ്ഞ് പോലീസ് വിടുമായിരുന്നു. എന്തായാലും ഈ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കും. അതിനുശേഷം അൻസിബയുടെ മൊഴി രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, SI രേഷ്മ എന്നിവരെ മൊഴിയെടുക്കാൻ വിളിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ അമ്മയ്ക്കുള്ളിൽ ഇപ്പോൾ പല പല ഗ്രൂപ്പുകളാണല്ലോ. ശ്വേതാ മേനോനെ എതിർക്കുന്ന ഒരു ഗ്രൂപ്പ്, കൂടെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ്, അമ്മയുടെ ഭരണം പിടിക്കാൻ ഒരു ഗ്രൂപ്പ്, ഇതിലൊന്നും പെടാതെ വേറെ കുറേ ആളുകൾ, അങ്ങനെ പല പല ഗ്രൂപ്പുകളായി മാറി അമ്മ എന്ന താരസംഘടന. ശ്വേതാ മേനോൻ കണക്കുകൾ കാണിക്കാത്തതാണല്ലോ ഒരു വലിയ പ്രശ്നം. അത് തെളിയിക്കാൻ ശ്വേതാ മേനോൻ വരുമെന്ന് പ്രതീക്ഷിക്കാം. തൻ്റെ പോരാട്ടം അമ്മയ്ക്കുള്ളിലെ പവർ ഗ്രൂപ്പിന് എതിരെയാണെന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്വേത ഇട്ടിരുന്നല്ലോ. അതിലൂടെ ശ്വേത അമ്മയിൽ നിന്നും പിന്മാറില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും ലക്ഷ്മിപ്രിയയ്ക്കെതിരെ കേസെടുത്തല്ലോ. ഇനിയെങ്കിലും ലക്ഷ്മിപ്രിയയുടെ അഹങ്കാരം കുറച്ച് കുറഞ്ഞാൽ മതിയായിരുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂടി വേണം കേട്ടോ.